നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. എ റോഡ് ബെൻഡ് ഇൻ ടു ആൻ ആംഗിൾ ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് കോർണർ അറ്റ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? ഇതാണ് ചോദ്യം. ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ ഒരു മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചു എന്നാണ്. ഓക്കെ, വെച്ചു, വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിൻ്റെ 1/10 ഭാഗം അതിനുള്ളിൽ പെട്ടു എന്നാണ്. ഇതാണ് ആദ്യത്തെ ഫിഗറാണ്. 1/10 ഭാഗം ആ വൃത്തത്തിന് ഉള്ളിൽപ്പെട്ടു. 1/10 ഭാഗം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ മുഴുവത്തിൻ്റെ 1/10 ഭാഗം, അതായത് ഈ വളഞ്ഞിരിക്കുന്ന ഈ വൃത്തത്തിൻ്റെ ഭാഗം, ഇതിനകത്തുള്ളതല്ല, വൃത്തത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ, അപ്പം ഈ കോർണർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫിഗറിൽ അത് വൃത്തത്തിൽ ചേർത്ത് വെക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിലുണ്ടാവുക? ഇതാണ് ചോദ്യം. അപ്പം ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ ഒരു വൃത്തം വരച്ച് ഒരു ഉദാഹരണം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു വൃത്തം വരച്ചിരിക്കുന്നു. വൃത്തത്തിൻ്റെ കേന്ദ്രം എ ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പി വളച്ചു വെക്കുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു കോൺ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കൂ. വൃത്തത്തിലെ മറ്റൊരു ബിന്ദു സി എടുക്കുവാണ്. എന്നിട്ട് ബിയും എയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ബിയിൽ നിന്ന് എയിലേക്ക് ജോയിൻ ചെയ്യുന്നു, എയിൽ നിന്ന് സിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വൃത്തത്തിലെ ഒരു ഭാഗം ഉണ്ടാവും. ഇത് ചോദ്യത്തിൽ പറയുന്നത് കേന്ദ്രവുമായിട്ട് ഈ കമ്പി ചേർത്ത് വെക്കുമ്പോൾ ഇത് 1/10 ഭാഗമാണെന്നാണ്. ഇത് 1/10 ഭാഗമാണ്, വൃത്തത്തിൻ്റെ 1/10 ഭാഗമാണ്. ഇതേ കോൺ തന്നെ ഈ വൃത്തത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അളവ് എത്രയാവുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന് ഞാൻ അവിടെ ഒന്ന് വെച്ച് നോക്കുവാണ്. നോക്കൂ, ഇവിടുത്തെ കോണളവ് 62.8 ആണ്. ഇത്രയും ഭാഗം ബി സി എന്ന് പറയുന്ന വൃത്തത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഇവിടുത്തെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ 62.8 ആണ്. ഓക്കെ, ഇതേ കമ്പി തന്നെ ഞാൻ ഈ എ എന്ന് പറയുന്ന വശം ഞാൻ ഈ ഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, എ എന്ന് പറയുന്ന വശം ഡിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എ എന്ന് പറയുന്ന വശം ഡിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ 62.8 എന്ന് പറയുന്ന ആംഗിളിന് ഇവിടെയും മാറ്റം ഉണ്ടാകത്തില്ല. ഇവിടെയും 62.8 തന്നെയാണ്. ഈ കമ്പി ഈ മൂല എന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നാണ്. ഇതൊന്നും മാറുന്നൊന്നുമില്ല. അപ്പോൾ ഇതേ ആംഗിൾ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. അതെ, ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഇതേ കോൺ തന്നെ കൊണ്ടുവരികയാണ്. അവിടെ കോൺ വരയ്ക്കുന്നു, ഉണ്ടോ? അപ്പോൾ വൃത്തത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സിയിൽ നിന്ന് ബി വഴി ഇയിൽ എത്തുക എന്നുള്ളതാണ്. ഉണ്ടോ? സിയിൽ നിന്ന് ബിയിലൂടെ ഇയിലെത്തുക. ഇതാണ് വൃത്തത്തിൻ്റെ പുതിയ ഭാഗം. ഇത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ അളന്നപ്പോൾ അത് 3.79 ആയി. ഓക്കെ, ഏതാണ്? സിയിൽ നിന്ന് ബിയിലേക്ക് അളന്നപ്പോൾ 3.79 സെൻറ്റിമീറ്റർ ഈ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോണളവ് മാറ്റമില്ലാതെ കോൺ ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയിൽ നിന്ന് ബിയിലൂടെ ഇയിലെത്തിയാൽ എത്ര വരും എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ സി ബി എന്ന് പറയുന്നത് ലെങ്ത് 3.79 ആണെങ്കിൽ ബിയിൽ നിന്ന് ഇയിലേക്കുള്ള ലെങ്ത് എത്രയാണെന്ന് കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത് ഞാനിവിടെ മെഷർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിന് ലെങ്ത് മെഷർ ചെയ്യുന്നതിനുള്ള ടൂളുണ്ട് നമുക്കിവിടെ. ഈ ടൂള് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിയിൽ നിന്ന് ഇയിലേക്കുള്ള നീളം അറിയാൻ പറ്റും, ആ ആർക്കിൻ്റെ ലെങ്ത് അറിയാൻ പറ്റും. ഓക്കെ, നോക്കൂ, അതും 3.79 ആണെന്ന് കാണാൻ പറ്റും. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? ഇതെത്രയാണോ, ഈ നീളം എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ നീളം എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ്? ഇവിടെ 1/10 ഭാഗമാണെങ്കിൽ 2 × 10 ഭാഗമായിരിക്കും ഇവിടെ വരേണ്ടത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കേന്ദ്രകോൺ ഇവിടെ ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെ ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് നേരെ ഇരട്ടിയാവും. അതിന് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് കേന്ദ്രകോണെന്നും ഇവിടുത്തെ കോണും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഇവിടുത്തെ കോൺ എക്സ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇയിൽ നിന്ന് എയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും ഇ എ സി എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് 2x ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ആശയമാണ് ഈ ഒരു ചോദ്യത്തിൽ ഉപയോഗിക്കുന്നത്. നമുക്കത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഒരു വൃത്തം ഞാൻ വരയ്ക്കുവാണ്. ഇവിടെ കേന്ദ്രമുണ്ട്. ആദ്യത്തെ ഫിഗറാണ്. ആദ്യത്തെ ഫിഗറിൽ ഇങ്ങനെ വരയ്ക്കുവാണ് എ ഒ ബി എന്ന് പറയുന്ന കോണാണ്. ഇതേ കാര്യം തന്നെ മറ്റൊരു വൃത്തത്തിൽ ഇത് ചെയ്യുകയാണ്. ഈ എ ഒ ബി എന്ന് പറയുന്ന ഈ കോൺ ഇവിടെ കൊണ്ടുവരികയാണ്. ഏതാ? ഈ ഒരു പോയിന്റിലേക്ക്. അത് മറ്റൊരു വൃത്തം വരച്ച് നമുക്ക് കാണിക്കാം. മറ്റൊരു വൃത്തം വരച്ചാൽ ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് പി എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇവിടെ എടുക്കുന്ന അളവ് എക്സ് ഡിഗ്രിയാണ്. എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെയും നമുക്കറിയാം എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ 62.8 ആണ്, ഇവിടെയും 62.8 ആണ്. ഇവിടെ എക്സ് കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ എക്സ് ആണ്. ആ എക്സ് തന്നെയാണ് ഇവിടെയും കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കേന്ദ്രം ഒ ആണ്. എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ, ആംഗിൾ എ ഒ ബി 2x ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നതും അതേപോലെ ആംഗിൾ എ പി ബി എന്ന് പറയുന്നതും നമ്മൾ എടുക്കുന്നു. അത് എക്സ് തന്നെയാണ്, എക്സ് ഡിഗ്രിയാണ്. ഇനി ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഇത് രണ്ടും വ്യത്യസ്ത വൃത്തങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കേന്ദ്രത്തിന് നമുക്ക് ഓ ഡാഷ് എന്ന് പേര് കൊടുക്കാം. ഒരു ഡാഷ് കൂടിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. Therefore ആംഗിൾ എ ഒ ഡാഷ് ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ എ പി ബി ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാവുമ്പോൾ പാർട്ട് ഓഫ് ദി സെക്കൻഡ് സർക്കിൾ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് 1/10 ആണെങ്കിൽ ഇത് 2 ഇൻറ്റു 1/10 ആവും. Therefore പാർട്ട് ഓഫ് സെക്കൻഡ് സർക്കിൾ, വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ്. പാർട്ട് ഓഫ് സെക്കൻഡ് സർക്കിൾ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് 1/10 ആണ്. അത് കിട്ടും 1/5 ഓഫ് ദി സർക്കിൾ എന്ന് കിട്ടും. 1/5 ഓഫ് ദി സർക്കിൾ എന്ന് കിട്ടും. ഓക്കെ, ചോദ്യം നോക്കുക. ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ കോഡ്സ്. ഓക്കെ, എ ബി ആൻഡ് സി ഡി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ കോഡ്സ്. എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ്. എ ബി സി ഡി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ,
ഇത് 90 ഡിഗ്രിയാണ്. പ്രൂവ് ദാറ്റ് ദ ആർക്ക് എ പി സി എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. എ പി സി എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. ആർക്ക് എ പി സി. അതേപോലെ ആർക്ക് ബി ക്യു ഡി എന്ന് പറയുന്നത് ഈ ആർക്കാണ്. ഓക്കെ, ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്ക്. ഇത് ജോയിൻ ടുഗദർ, ഇത് പരസ്പരം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ജോയിൻ ചെയ്താൽ ഒരു സെമി സർക്കിൾ കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, എന്തായാലും ഇത് കട്ട് ചെയ്തെടുത്ത് ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക്. ഇതിൻ്റെ കേന്ദ്രം ഞാനിവിടെ സെൻറ്റർ ഞാനിവിടെ ഒ എന്ന് മാർക്ക് ചെയ്യുവാണ്. ഒ എന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. O is the center of the circle. എന്നിട്ട് ഈ എ പി സി എന്ന് പറയുന്ന ഇതിൻ്റെ എൻഡ് പോയിന്റ് എയും സിയും ആണല്ലോ. ആ എയിനെയും സിനെയും സെൻട്രൽ ആംഗിൾ കിട്ടാൻ ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇവിടെ ഇതിനെ എയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതേപോലെ സിയിൽ നിന്നും ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. നമുക്ക് കളറൊന്ന് മാറ്റാം. എയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. സിയിൽ നിന്നും ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ, ചാപം എ പി സിയുടെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇതേപോലെ ബി ക്യു ഡി എന്ന് പറയുന്നതിൻ്റെ ബി ക്യു ഡിയുടെ എൻഡ് പോയിന്റ് ബിയും ഡിയും ആണല്ലോ. ആ ഡിയിൽ നിന്ന് സെൻട്രൽ ആംഗിൾ കിട്ടാൻ ഡിയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇതിൻ്റെ കേന്ദ്രകോൺ കിട്ടാൻ ഡിയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതേപോലെ ഒയിൽ നിന്ന് ബിയിലേക്കും ജോയിൻ ചെയ്യുന്നു. ഒയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾ തമ്മിൽ സം ചെയ്താൽ നമുക്ക് 180 കിട്ടണം എന്ന് ആണ് ഇവിടുത്തെ റിസൾട്ട്. ഇതാണ് നമുക്ക് വി ഹാവ് ടു പ്രൂവ്, തെളിയിക്കണം. വൃത്തത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആംഗിൾ, സെൻട്രൽ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണെന്നാണ്. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ്. ഇതാണ് തെളിയിക്കേണ്ടത്. തെളിയിക്കേണ്ട കാര്യം ഞാനിവിടെ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതുവാണ്. ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് തെളിയിക്കണം. വൃത്തത്തിൻ്റെ പകുതിയാണെന്നാണ്. ഓക്കെ, അതിന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഈ എ പി സിക്ക് തുല്യമായിട്ട്, ഇപ്പോൾ എ പി സി എന്ന് പറയുന്ന ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്. എ പി സി എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. ഇത് എൻ്റെ എൻഡ് പോയിന്റ് എയും സിയും ആണ്. ഇതിന് ഒരു മറുചാപമുണ്ട്, ഒരു ഓൾട്ടർനേറ്റ് ആർക്ക് ഉണ്ടാവും. എ പി സിയുടെ ഒരു മറുചാപം, എ പി സി ഒഴികെയുള്ള മറ്റൊരു ദീർഘചാപം ഉണ്ടാവും. ഇത് ഇവിടെ ഒരു പോയിന്റാണ്, അവിടുത്തെ ഒരു പോയിന്റാണ് ഡി എന്ന് പറയുന്നത്. ഉണ്ടോ? അപ്പോൾ എയിൽ നിന്ന് ഈ ഡിയിലേക്ക് ജോയിൻ ചെയ്താൽ, എയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, എയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. എ ഡി. ഇവിടെ വരച്ചാൽ ഇവിടെ ഈ കേന്ദ്രകോൺ എത്രയാണോ, ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്. ഏതാണ്? ആർക്ക് എ പി സിയുടെ എൻഡ് പോയിന്റ് എയും സിയും ആണ്. ആ എയിൽ നിന്ന് കേന്ദ്രത്തിലേക്കും സിയിൽ നിന്ന് സെൻറ്ററിലേക്കും ജോയിൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആംഗിളാണ് ഇത്. ഇനി അത് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്. എയിൽ നിന്നും സിയിൽ നിന്നും അതേ രണ്ട് എൻഡ് പോയിന്റിൽ നിന്നും ഡിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണാണ് ഇവിടെ എ ഡി സി എന്ന് പറയുന്ന കോൺ എന്ന് പറയുന്നത്. ഇവ തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? ഇവിടെ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത്, ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിളായിട്ട് നമുക്ക് പറയാം. ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്?
ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബി ക്യു ഡി എന്ന് പറയുന്ന ഒരു ചാപമുണ്ടല്ലോ. ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. ആ ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കിൻ്റെ എൻഡ് പോയിന്റുകൾ ബിയും ഡിയും ആണല്ലോ. അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണല്ലോ കോൺ ബി ഒ ഡി എന്ന് പറയുന്നത്. ഇതേ എൻഡ് പോയിന്റുകൾ അതിൻ്റെ ഈ ചാപത്തിൻ്റെ, ഇപ്പം ഞാൻ ഈ യെല്ലോ ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ചാപത്തിൻ്റെ മറുചാപമാണ് അതിൻ്റെ നേരെ പുറകിലുള്ളത്. അവിടെ ഉണ്ടാക്കുന്ന കോൺ ഏതാണ്? ഡിയിൽ നിന്നും ബിയിൽ നിന്നും അവിടെ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഈ കോണാണ്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ? ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ ഡി എ ബി ആണ് അല്ലേ? ആംഗിൾ ഡി എ ബി ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവ തമ്മിൽ കൂട്ടുക എന്നുള്ള, ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ആംഗിൾ എ ഒ സി ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി പ്ലസ് 2 ഇൻറ്റു ആംഗിൾ ഡി എ ബി. ഓക്കെ, ഇതിൽ 2 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ഡി എ ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ തുകയാണ് നമുക്ക് അറിയേണ്ടത്. ആംഗിൾ എ ഡി സി ഏതാണ്? ഇതാണ് ആംഗിൾ എ ഡി സി. ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് ഇതാണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? കാണിച്ചു തരാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ്. ഇത് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടോ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. കാരണം ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 ആംഗിൾ ചേർത്ത്, ഇത് ഓൾറെഡി 90 ആണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ബാക്കി 2 ചേർത്താൽ എന്ത് കിട്ടണം? 90 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ 2 ആംഗിൾ തമ്മിൽ ചേർത്താൽ, ദാറ്റ് ഈസ് ആംഗിൾ എ ഡി സിയും ആംഗിൾ ഡി എ ബിയും ചേർത്താൽ തീർച്ചയായിട്ടും 90 കിട്ടണം. സോ ഇത് 2 ഇൻറ്റു 90 ഡിഗ്രി എന്നാവും. ഇറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആംഗിൾ എ ഡി സി ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 2 ആംഗിൾ, 90 ഡിഗ്രി ഒഴികെയുള്ള 2 ആംഗിളാണ്. തീർച്ചയായിട്ടും അവ തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടി. കേന്ദ്ര കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ ഉടനെ എന്ത് പറയാം? ദെർഫോർ എ പി സി കോമ ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകും എന്ന് നമുക്ക് പറയാം. ദെർഫോർ ദി ആർക്ക് ഏതൊക്കെയാ? എ പി സി and BQD joined together make half a circle. Okay, in the picture A, B, C, D are points on a circle. A, B, C, D are the points on a circle with the center O. The lines AC and BD, AC എന്ന് പറയുന്ന ലൈൻ നോക്കൂ, AAC and BD എന്ന് പറയുന്ന ലൈൻ are extended to meet at P. അത് വലിച്ചു നീട്ടി പിയിലേക്ക് വലിച്ചു നീട്ടി ഔട്ട്സൈഡ്, സർക്കിളിന്റെ ഔട്ട്സൈഡ് കട്ട് ചെയ്തിരിക്കുകയാണ്. The lines AD and BC intersect at Q. ADയും BCയും ക്യൂവിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ക്യൂവിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ. പ്രൂവ് ദാറ്റ് ദ ആംഗിൾ വിച്ച് ദ സ്മോൾ ആർ കെ ബി എന്ന് പറയുന്നത് ഇതാണ്, എ ബി എന്ന് പറയുന്ന ആംഗിൾ, എ ബി എന്ന് പറയുന്ന ആർക്ക് വിത്ത് സെൻറ്റർ ഓയിൽ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അത് ആംഗിൾ എ ഒ ബി ആയിരിക്കും. ഈസ് ദിസ് എ ഒ ബി ഈസ് ഈക്വൽ ടു എങ്ങനെ പ്രൂവ് ചെയ്യണം? സം ഓഫ് ദി ആംഗിൾസ് അറ്റ് പി ആൻഡ് ക്യൂ. പിയിലുണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, പിയിലുണ്ടാകുന്ന ആംഗിൾ, ഈ ആംഗിളും ക്യൂവിലുണ്ടാകുന്ന ആംഗിൾ അത് ഇതാണ്, അല്ലെങ്കിൽ ഇതാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് രണ്ടും സെയിം ആയിരിക്കും, നമുക്ക് പറയാതെ ഇത് രണ്ടും സെയിം ആംഗിൾ ആയിരിക്കും. ഈ ക്യൂവിലുണ്ടാകുന്ന ആംഗിളും തമ്മിൽ ആഡ് ചെയ്താൽ ആംഗിൾ എ ഒ ബി കിട്ടും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് എഴുതാം. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ബിന്ദുക്കൾ ഒ കേന്ദ്രമായ വൃത്തത്തിലാണ്. നേരത്തെ പറഞ്ഞു എ സി ബി ഡി എന്നീ വരകൾ നീട്ടിയത് പിയിൽ കൂട്ടിമുട്ടുന്നുണ്ട്. എ ബി എന്ന് പറയുന്ന ചെറിയ ചാപം ഓയിൽ ഉണ്ടാക്കുന്ന കോൺ, അതായത് ആംഗിൾ എ ഒ ബി. നമുക്ക് തെളിയിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് എഴുതി വെക്കുവാണ്. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആ ഉണ്ടാക്കുന്ന കോൺ പിയിലും ക്യൂയിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണെന്ന് തെളിയിക്കണം. പിയിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ദ ആംഗിൾ പി ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സി പി ഡി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ പി ബി എന്ന് എഴുതാം. ആംഗിൾ എ പി ബി പ്ലസ് അതുപോലെ ക്യൂവിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ആംഗിൾ എ ക്യു ബി ആണ്, അല്ലെങ്കിൽ സി ക്യു ഡി ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. ആംഗിൾ എ ക്യു ബി, ആംഗിൾ എ ക്യു ബി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ പി ബി, കോൺ എ പി ബി പ്ലസ് കോൺ സി ക്യു ഡി, ഇങ്ങനെയും ചെയ്യാം. കാരണം ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ. അതിനെ നമുക്ക് കേന്ദ്ര കോണിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആംഗിൾ എ ഒ ബിനെ എക്സ് എന്ന് വിളിക്കുന്നു, ഇത് എക്സ് ആണെന്ന് വിളിക്കുകയാണ്. ഇവിടുത്തെ കോണ് എക്സ് ആണെന്ന് എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ലെറ്റ് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനിയാണ് നോക്കേണ്ടത് എ ഒ ബിയുടെ അല്ലെങ്കിൽ ആർക്ക് എ ബിയുടെ എൻഡ് പോയിന്റ് ഈ എയും ബിയും ആണ്. നമുക്കറിയാം ഈ എയും ബിയും ഈ കേന്ദ്രത്തിലല്ലാതെ ഈ മറുചാപത്തിൽ ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെയെങ്കിലും ഫോം ചെയ്താൽ അവിടെയും ഈ ആംഗിൾ തന്നെ ആയിരിക്കും. ഈ ആംഗിൾ തന്നെയല്ല, ഇതിൻ്റെ പകുതി ആയിരിക്കും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ദാ എയിൽ നിന്നും ബിയിൽ നിന്നും നേരെ മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് സിയിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ പകുതി ആയിരിക്കും, x/2 ആണ്. ഓക്കെ. അപ്പോൾ therefore ആംഗിൾ എ സി ബി, ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് x/2 ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഇത് എക്സ് ആയതുകൊണ്ട് വീണ്ടും ഒരു ആംഗിൾ കൂടി അവിടെ ഉണ്ടാവും. എയിൽ നിന്നും ബിയിൽ നിന്നും മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് ഇവിടെ ഉണ്ടാവും ഒരു കോൺ ഉണ്ടാവും. അതും എന്ത് തന്നെയായിരിക്കും? x/2 തന്നെയായിരിക്കും. ആംഗിൾ എ ഡി ബി ആണ്. ഓൾസോ ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നതും x/2 ആണെന്ന് കിട്ടും. ഓക്കെ. ഇനിയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്ന ഈ ഒരൊറ്റ വര എടുക്കുക. എ പി എന്ന് പറയുന്ന ഒറ്റ വര, അവിടെ ഒരു ആംഗിൾ x/2 ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് x/2 ആണ്. അതിൻ്റെ പേര് എന്താണ്? അതിൻ്റെ പേര് ബി സി പി ആണ് അല്ലേ. therefore ആംഗിൾ ബി സി പി എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ക്യൂ ചേർത്ത് പറയാം. നമുക്ക് ഇത് ഈ ചെറിയ ഈ ക്വാഡ്രിലാറ്ററൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂ സി പി, therefore ആംഗിൾ എ സി ബി അത് തന്നെ നമുക്ക് എഴുതാം. ആംഗിൾ എ സി ബി x/2 ആണ്. ഇതിനോട് ചേർത്ത് തന്നെ എഴുതാം. ആംഗിൾ എ സി ബി x/2 ആണ്, therefore ആംഗിൾ ക്യൂ സി പി അല്ലേ, ആംഗിൾ ക്യൂ സി പി എന്ന് പറയുന്നത് 180യിൽ നിന്നും x/2 മൈനസ് ചെയ്താൽ മതി. അതുപോലെ ഇവിടെയും
Therefore angle QDP എന്ന് പറയുന്നത് 180ൽ നിന്നും x/2 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് 180 മൈനസ് x/2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ക്വാഡ്രിലാറ്റർ എടുക്കാം. ഏതാണ്? CQDP എന്ന് പറയുന്ന ചതുർഭുജം എടുത്താൽ ഈ 4 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നമുക്കറിയാം. 360 ഡിഗ്രി കിട്ടുമെന്ന് അറിയാം. അത് നമ്മൾ എഴുതുകയാണ്. ഇൻ ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ, ഇൻ ക്വാഡ്രിലാറ്ററൽ ഏതാണ്? CQDPയിൽ ഓരോ കോണുകൾ ഏതൊക്കെയാണ് കോണുകൾ? ആദ്യത്തെ കോണ് CQD ആണ്. കോൺ CQD പ്ലസ് അടുത്തത് ഇവിടെ QDP, കോൺ QDP പ്ലസ് അടുത്തത് DPC, കോൺ DPC പ്ലസ് ഇവിടെ കോൺ QCP, കോൺ QCP 360 ഡിഗ്രിയാണ്. ഓക്കെ, അതിൽ CQD എന്ന് പറയുന്നതിന് പകരം CQD എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞതാണ്. ആ CQD തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ആംഗിൾ CQD എന്ന് CQD പ്ലസ് QDP ആണ്. ആ QDP നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. QDP എന്ന് പറയുന്നത് 180 മൈനസ് x/2 ആണ്. അത് അവിടെ കൊടുക്കുന്നു. 180 മൈനസ് x/2 പ്ലസ് DPC അങ്ങനെ തന്നെ എഴുതുവാണ്. ആംഗിൾ DPC അല്ലേ? DP എന്ന് പറയുന്ന ആംഗിൾ അങ്ങനെ തന്നെ എഴുതുന്നു. ആംഗിൾ DPC. ഓക്കെ, ആംഗിൾ DPC പ്ലസ് QCP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ എഴുതി. QCP 180 മൈനസ് x/2 ആണ്. 180 മൈനസ് x/2 ഈക്വൽ ടു 360 എന്ന് കിട്ടും. ഇവിടെ ഒരു 2 180 ഉണ്ട്, അത് 360 ആയിട്ട് ക്യാൻസൽ ആവും. ഓക്കെ, ദെർഫോർ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾ CQD പ്ലസ് ആംഗിൾ DPC ഈസ് ഈക്വൽ ടു ഈ 2 നെഗറ്റീവ് x/2 റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. x/2 പ്ലസ് x/2 എന്നാവും. ഓക്കെ, x/2 പ്ലസ് x/2 എന്നാവും. ഓക്കെ, ദാറ്റ് ഈസ് ആദ്യത്തത് ആംഗിൾ CQD ആണ് പ്ലസ് DPC. ഈ DPC എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? APB തന്നെയാണ് അല്ലേ? ആംഗിൾ APB തന്നെയാണ്. ആംഗിൾ APB ഈസ് ഈക്വൽ ടു എക്സിൻ്റെ പകുതി ആഡ് ചെയ്താൽ x എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ APB പ്ലസ് ആംഗിൾ CQDക്ക് പകരം എന്തെഴുതാം? ഇത് CQD തന്നെയാണ്. നമുക്ക് തെളിയിക്കേണ്ട കാര്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആംഗിൾ CQD തന്നെ. APB പ്ലസ് ആംഗിൾ CQD ഈസ് ഈക്വൽ ടു x എന്ന് പറയുന്നത് ആംഗിൾ AOB ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ റിസൾട്ട് തെളിയിക്കാം. ഓക്കെ, ഇൻ ദ ഫിഗർ ആംഗിൾ ABC 69 ഡിഗ്രി, അതുപോലെ ആംഗിൾ ACB 31 ഡിഗ്രിയാണ്. ഫൈൻഡ് ആംഗിൾ BDC. ഇതാ ഈ ആംഗിൾ നമുക്ക് കാണണം. BDC എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ ഇത് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ആംഗിൾ കാണാം. ഇവിടെ ABC 69ഉം ACB 31ഉം ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ A കാണാം. ഈ ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ സിക്കും പ്രത്യേകത അത് ഒരേ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഓക്കെ, ആംഗിൾ A അതേപോലെ ആംഗിൾ D. ആംഗിൾ A കാണുന്നത് എങ്ങനെയാണ്? ആംഗിൾ A ഈസ് ഈക്വൽ ടു 3 ആംഗിൾ ഇവിടെ 2 69ഉം one of them is 69, other is 31 degree. So the third angle A is equal to
ആംഗിൾ എ കാണാൻ 180യിൽ നിന്ന് ഏതാണ് 69 പ്ലസ് 31 മൈനസ് ചെയ്യുക. ഓക്കെ, ദറ്റ് ഈസ് 180 മൈനസ് 69 100 എന്നാവും. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും ആംഗിൾ എ എന്ന് പറയുന്നത്. ആംഗിൾ എ 80 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ 80 ഡിഗ്രി ആയാൽ ഇത് കിട്ടും ആംഗിൾ ഡി എന്ന് പറയുന്നത്. therefore ആംഗിൾ ബി ഡി സി angle therefore angle BDC is equal to 80 degree. Then reason angle in the same segment, the same segment, ഒരേ സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ്, അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ BDC is also 80 degree. In the figure, A, B, C, D are the 4 points on a circle. In the figure, A is a point on the circle. Now B is the second point, C is the third point, and D is the fourth point. A, B, C, D വൃത്തത്തിലെ ബിന്ദുക്കളാണ്. AC and BD intersect at point E. AC എന്ന് പറയുന്ന ഒരു കോഡ് വരയ്ക്കുന്നു, അതുപോലെ BD എന്ന് പറയുന്ന കോഡും ഇയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇയിൽ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് ആംഗിൾ BEC എന്ന് പറയുന്ന കോൺ 130 ഡിഗ്രിയാണ്. അതുപോലെ ECD എന്ന് പറയുന്ന കോൺ 20 ഡിഗ്രിയാണ്. ECD എന്താണ്? ECD 20 ഡിഗ്രിയാണ്. ഓക്കെ, ഫൈൻ BAC എന്ന് പറയുന്ന ഈ ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത്. ഈ ആംഗിൾ കാണണം. ഓക്കെ, അതിന് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. ഏതാണ്? ആംഗിൾ BEC ആണ്. കോൺ BEC ആണ് എത്ര? 130 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ലീനിയർ പെയർ, അനുപൂരകം എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുമ്പോൾ ഇത് തമ്മിൽ ചേർത്ത് വെച്ചാൽ 180 കിട്ടും എന്നുള്ളത് കൊണ്ട് AEB എന്ന് പറയുന്നത്, therefore ആംഗിൾ AEB എന്ന് പറയുന്നത് 180ൽ നിന്നും 130 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അത് 50 ഡിഗ്രി എന്ന് കിട്ടും. 50 ഡിഗ്രി ആവും. ഓക്കെ, അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി AD എന്ന് പറയുന്ന ഒരു ആർക്ക് എടുത്താൽ അതിൻ്റെ എൻഡ് പോയിന്റ് എയും ഡിയുമാണ്. ഈ എൻഡ് പോയിന്റ് ഈ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റർ, ഈ ആർക്കിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണെന്നാണ് ഞാൻ ഈ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതായത് ഈ കോൺ അത് 20 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് 20 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതേ എൻഡ് പോയിന്റ്, ഇതേ മറുചാപം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ചാപത്തിൽ ഉണ്ടാക്കുന്ന മറ്റൊരു കോണാണ് ഇത്. എയിൽ നിന്ന് ബിയിലേക്കും അതേപോലെ എയിൽ നിന്ന് ഡിയിലേക്കും. ഈ രണ്ട് കോണുകളും AD എന്ന് പറയുന്ന കോണിൻ്റെ AD എന്ന് പറയുന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആർക്ക് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളാണ് ABDയും ACDയും. ഇത് രണ്ടിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, therefore ആംഗിൾ ACD, ഓക്കെ, ആംഗിൾ ACD ഈസ് ഈക്വൽ ടു ആംഗിൾ ACD ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്നാണ്. therefore ആംഗിൾ ABD എന്ന് പറയുന്നതും 20 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ അത് 20 ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതും 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രിയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തു. ഇത് 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 20 50 ആകുമ്പോൾ ഇത് 70 ആവും. അങ്ങനെയാണെങ്കിലും ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിൾ BAC, therefore ആംഗിൾ BAC is equal to, therefore ആംഗിൾ BAC എന്ന് പറയുന്നത് 180ൽ നിന്നും ഈ 20 + 50 മൈനസ് ചെയ്യുക. that is 180 minus 70, that is 110 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഈ ചിത്രത്തിൽ കോൺ PQR
100 ഡിഗ്രിയാണ്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോൺ പി ക്യു ആർ 100 ഡിഗ്രിയാണ്. വേർ പി ക്യു ആൻഡ് ആർ ആർ ദ പോയിന്റ്സ് ഓൺ എ സർക്കിൾ. പിയും ക്യു ആറും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ കേന്ദ്രം ഒ ആണ്. അങ്ങനെയാണെങ്കിൽ ഒ പി ആർ എന്ന് പറയുന്ന ഈ ചെറിയ ആംഗിൾ, ഈ കോണിൻ്റെ അളവ് കാണാനായിട്ടാണ് ചോദ്യം. ഓക്കെ, ഈ കോണളവ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം, ഈ ഒരു ഫിഗർ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. ഇവിടുത്തെ ഈ കോൺ അളവ് കാണുമ്പോഴറിയാൻ പറ്റും, ഇത് 180-നേക്കാൾ 90-നേക്കാൾ കൂടുതലാണിത്. 90-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ കോണും ഇവിടുത്തെ കോണും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എത്രയാണോ, ഇവിടെ ഹാഫ് ഡി ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ. ഓക്കെ, ഇവിടുത്തെ കോൺ എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന 180-നേക്കാൾ കൂടുതലായിട്ടുള്ള ഈ കോൺ എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഈ ഫിഗറുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുക. ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് 90-നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കോണാണിത്. അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇവിടെ 200 ആയിരിക്കും. ഇതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, ഇവിടെ 200 ആയാൽ നമുക്ക് ഈ കോണിൻ്റെ അളവ് എഴുതാം. ഇവിടുത്തെ ഈ കോണിൻ്റെ അളവ് എഴുതാം. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 360 കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഒ ആർ, കോൺ പി ഒ ആർ കാണാൻ, കോൺ പി ഒ ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണേണ്ടത്? 360-ൽ നിന്നും 200 കുറയ്ക്കുക എന്നാണ്. ഓക്കെ, അതെ 200 കുറയ്ക്കുക, അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ 200 എത്തിയത് എങ്ങനെയാണെന്ന് അറിയുക. എന്താണ് കോൺ പി ക്യു ആർ എന്ന് പറയുന്നത്? കോൺ പി ക്യു ആർ റീസൺ ഇവിടെ എഴുതാം. എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. കോൺ പി ക്യു ആർ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെങ്കിൽ കോൺ പി ഒ ആർ 100 ഡിഗ്രിയാണ്. അതുകൊണ്ട് കോൺ പി ഒ ആർ എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പി ഒ ആർ എന്ന് പറയുന്നത് 360-ൽ നിന്നും ഇതിൻ്റെ ഇരട്ടി കുറയ്ക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ അത് എത്ര കിട്ടും? 160 ഡിഗ്രി എന്ന് കിട്ടും. 160 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പി ഒ ആർ എന്ന് പറയുന്നത് 160 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം എടുക്കാം. ഒ പി ആർ എന്ന് പറയുന്ന ത്രികോണം എടുത്താൽ, ഈ ത്രികോണം ഒ പി ആറിൽ 2 നീളങ്ങൾ തുല്യമാണ്. ഒ പിയും ഒ ആറും തുല്യമാണ്. ഒ പിയും ഒ ആറും തുല്യമാണെങ്കിൽ പിയിലും ആറിലും ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ പിയിലും ആറിലും ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിരിക്കും. അതിലെ മൂന്നാമത്തെ കോൺ, ഈ 2 കോൺ ഒഴികെയുള്ള മൂന്നാമത്തെ കോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് 160 ഡിഗ്രിയാണ്. അപ്പോൾ 180-ൽ നിന്ന് ഇത് 3 കൂടി ചേരുമ്പോഴാണ് 180 വരുന്നത്. അപ്പോൾ 180-ൽ നിന്നും ഈ 160 കുറച്ച് പകുതിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും ഉള്ള ആംഗിൾ വാല്യൂ കിട്ടും. അപ്പോൾ കോൺ ഒ പി ആറിൻ്റെ വാല്യൂവും അതേപോലെ കോൺ ഒ ആർ പിയും, ഇത് രണ്ടും നമുക്ക് എഴുതാം. ഇത് ഒ ആർ പി ചോദിച്ചിട്ടില്ല. ഇത് രണ്ടും ആണെങ്കിലും 180-ൽ നിന്നും 160 കുറയ്ക്കുക, പകുതി എടുക്കുക. അപ്പോൾ ഇത് 180 മൈനസ് 160 എന്ന് പറയുന്നത് 20 ആണ്. 20-ൻ്റെ പകുതി 10 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും 10 ഡിഗ്രി വീതമാണെന്ന് കാണാൻ പറ്റും. ഓക്കെ.